ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ഇന്ന് നടത്തിയ അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷയുടെ ആൻസർ കീ ആണ്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. അപ്പൊ LDC, LGS മുതലായ പരീക്ഷകൾക്ക്, LDC, LGS മാത്രമല്ല ഡിഗ്രി പ്രിലിംസ് മുതലായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട ചോദ്യപേപ്പറാണ്. ഓക്കെ, എന്തായാലും ആൻസർ കീയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? കുളച്ചൽ യുദ്ധം, കുണ്ടറ വിളംബരം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി. ആദ്യം നടന്നത് ആറ്റിങ്ങൽ കലാപം, രണ്ടാമത് നടന്നത് കുളച്ചൽ യുദ്ധം, മൂന്നാമത് ശ്രീരംഗപട്ടണം ഉടമ്പടി, നാലാമത് കുണ്ടറ വിളംബരം. ബി ആണ് ഉത്തരം. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്നത് വിപ്ലവങ്ങളാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ ചേരുംപടി ചേർക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് തോമസ് പെയിൻ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് വോൾട്ടയർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളിവർ. റഷ്യൻ വിപ്ലവം ട്രോട്സ്കി. എ ആണ് ഉത്തരം. 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ: കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. 1857 കലാപത്തിനു ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ഈ രണ്ട് പ്രസ്താവനകളുമാണ് ശരി. അടുത്ത ചോദ്യം: മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ശരി. 1950 ജനുവരി 3 തൃപ്പടി ദാനം നടത്തി. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 1750 ആണ്, 950 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദേവസ്വം ബ്രഹ്മസം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. ശരിയാണ്. കർഷകരിൽ നിന്ന് അദ്ദേഹം സൈനികരെ നിയമിച്ചു. ഇവിടെ PSC കൊടുത്ത ഉത്തരം ഓപ്ഷൻ ഡി എന്നതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മുകളിൽ പറഞ്ഞതെല്ലാം ശരിയല്ല. 1950 എന്നുള്ളത് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഇവിടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ PSC കൊടുത്തത് ഡി എന്ന ഉത്തരവാണ്. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്ത പ്രസ്താവന 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഓക്കെ, ബാക്കിയൊക്കെ നോക്കാം. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം: ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. SCRT ഫാക്ട് ആണ്. സ്റ്റീരിയോസ്കോപ്പ്. ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്ന 10th സ്റ്റാൻഡേർഡ് ചാപ്റ്ററിലുള്ളതാണ്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഉയർന്ന താപനിലയാണെങ്കിൽ താപീയ മധ്യരേഖയാണ്. ഉത്തരാഖണ്ഡ്, ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. SCRTയിലെ ചുരങ്ങൾ തന്നെയാണ് എപ്പോഴും ചോദിക്കാറ്. ലിബുലെ ചുരമാണ്, ലിബുലേക്ക്. പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? SCRT ഫാക്ട്. എവിടെയാ? ദേശീയ ജലപാത 5. 2023 രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? സോർസൻ ആണ്. താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക്. ശരിയാണ്. ആസ്ഥാനം മുംബൈ ആണ്. ശിവരാമൻ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്. 1982 സ്ഥാപിച്ചു. എല്ലാം ശരിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? SCRTയിലുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. പ്ലാൻ ഹോളിഡേ 1966-69. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? നരസിംഹറാവു ആണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ
ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി അല്ല, മുകളിൽ നിന്നും താഴേക്കുള്ള ഒരു ഹൈറാർക്കിയാണ് വരുന്നത്. രാഷ്ട്രീയപരമായ വിധേയത്വം, ഇത് രണ്ടും തെറ്റായിട്ടുള്ളതാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനവും തൊഴിൽ വൈദഗ്ധ്യവും, ഇത് രണ്ടും ശരിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ IAS. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുൻപ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? രണ്ടാം വായനയാണ്. CRTയിലുണ്ട് രണ്ടാം വായന. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ: യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരം ഉള്ളൂ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. രണ്ടും ഒന്നും മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് എന്ത്? 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും കുട്ടിയായി കണക്കാക്കപ്പെടുന്നു. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏത്? സുനീതിയാണ്. സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? രംഗശ്രീ. രംഗ ആ പേര് തന്നെയുണ്ട്, രംഗശ്രീ. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ഇവയൊന്നും അല്ല എന്നുള്ളതാണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? അനുച്ഛേദം 14, നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടി. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? പ്രാഥമിക ഉപഭോക്താക്കളാണ്. പ്രാഥമിക ഉപഭോക്താക്കൾ. ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധം കമൻസാലിസം. കമൻസാലിസം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ഇൻസിറ്റു കൺസർവേഷൻ ജീൻ ബാങ്കുകളാണ്. ജീൻ ബാങ്ക്. ഹീമോഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേര് എന്ത്? ഹെപ്പാരിൻ. ഹെപ്പാരിൻ. 26ാമത് PV മെമ്മോറിയൽ എൻഡോവ്മെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? ശ്രീമൻ നാരായണനാണ്. ശ്രീമൻ നാരായണൻ. താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? വ്യത്യസ്ത തന്മാത്രകൾ അടികൂടുന്നു എന്ന് ഓർത്താൽ മതി. അപ്പൊ അഡ്ഹഷൻ ബലമാണ്. അഡ്ഹഷൻ ബലം. ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? 11.2 km/s ആണ്. 11.2 km/s. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? മൂന്നാം വർഗ ഉത്തോലകം ചവണ. ചവണ. നാരങ്ങാഞ്ഞെക്കി ബോട്ടിൽ ഓപ്പണർ രണ്ടാം വർഗ ഉത്തോലകം. കത്രിക ഒന്നാം വർഗ ഉത്തോലകം. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? 4ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ. ഒരു ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണം. ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണം ZnO. ZnO. കപട സംക്രമണ മൂലകങ്ങൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് ഇവയിൽ ഏതാണ്? CRTയിൽ കൊടുത്തിട്ടുണ്ട്. Hg ആണ്. മെർക്കുറി. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. PVയും Pയും എക്സ് ആക്സിസിൽ P, Y ആക്സിസിൽ PV. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ബോയിൽ നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം ഏത്? നിയോഡിമിയം. നിയോഡിമിയം. അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? അയ്യങ്കാളിയെ സംബന്ധിച്ചത് തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ചത്. അപ്പൊ അതാണ് തെറ്റിപ്പോയത്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. എല്ലാം ശരി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ
ആദ്യ വനിത ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റും PT ഉഷ തന്നെയാണ്. കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത്? സുഹറ ടുപ്പുപ്പായ്ക്കൊരു ആനയുണ്ടാർന്നു. സുഹറയും മജീദും ബാല്യകാല സഖിയിലെ ക്യാരക്ടേഴ്സാണ്. സേതു കാലത്തിലെ ക്യാരക്ടറാണ്. രവി ഖസാക്കിന്റെ ഇതിഹാസം. പപ്പു ഓടയിൽ നിന്ന്. അതെല്ലാം ശരിയാണ്. പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? പിയാത്ത എന്നത് മൈക്കലാഞ്ചലോയുടെ കലാസൃഷ്ടിയാണ്. മൈക്കലാഞ്ചലോ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ്, ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. ഈ നോവലിന്റെ രചയിതാവ് ആരാണ്? അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജൻ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏത്? സിസ്റ്റം സോഫ്റ്റ്വെയർ വിൻഡോസ് ആണ്. വിൻഡോസ്. ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാ? ഗേറ്റ്വേ ആണ്. ഗേറ്റ്വേ നെറ്റ്വർക്ക്. രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്ക് ആവുമ്പോൾ ഗേറ്റ്വേ. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളാണ്. സർക്കുലറുകൾ നൽകണം, കോൺട്രാക്റ്റുകൾ നൽകണം, ലോഗ് ബുക്കുകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? വിവരാവകാശമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? ഭാര്യയും ഭർത്താവും, രക്തബന്ധമുള്ള വ്യക്തികൾ, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ഉത്തരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 13/125 ദശാംശ രൂപം എന്ത്? 0.104. 0.104. 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപയായിരിക്കും കിട്ടുന്നത്? 11,025 രൂപയായിരിക്കും അയാൾക്ക് കിട്ടുന്നത്. ഏത് സംഖ്യയുടെ 75% 15? 20ന്റെ 75% 15. രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യ കോൺ എത്ര ഡിഗ്രിയാണ്? ആദ്യ കോൺ 30 ഡിഗ്രിയാണ്. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? 6 ആണ്. സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് വികർണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതിയായിരിക്കും. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം. സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം an+b. an+b. 5n+1 എന്ന് പറയുന്നത് പോലെ. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? 105 ആണ്. 105. 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി. എന്നാൽ ഡിസ്കൗണ്ടിന് മുൻപ് സ്വെറ്ററിന്റെ വില എന്തായിരുന്നു? 800 രൂപയായിരുന്നു. 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? 24 തൊഴിലാളികൾ വേണം. Each of the employees dash working hard. Each of the employees is working hard. She accused me dash
ടോക്കിംഗ് ലൗഡ്ലി. ഓഫ് ആണ്, അക്യൂസ്ഡ് ഓഫ്. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years. പോയിന്റ് ഓഫ് ടൈമും പീരീഡ് ഓഫ് ടൈമും സിൻസും ഫോറും അതിന്റെ യൂസേജ് ആണ്. 4-5 years. 4-5 years. സീന ഡാഷ് ടുമോറോ ടു അറ്റൻഡ് ദ വെഡിങ്. സീന വിൽ കം ടുമോറോ. ടുമോറോ ഫ്യൂച്ചറിനെ കാണിക്കുന്നു. വിൽ കം ടുമോറോ ടു അറ്റൻഡ് ദ വെഡിങ്. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസ്കഷൻ. യുനാനിമസ് യാ ആവുമ്പോഴത്തേക്കും എ യുനാനിമസ് ഡിസിഷൻ. One who treats skin diseases is known as dermatologist. Do you mind dash the answers? Do you mind writing? Do you mind കഴിഞ്ഞ ing form ആണ് writing. What is the meaning of the word dormant? Dormantന്റെ meaning എന്താ? inactive. The evening was dash than the morning. Than എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. hotter than the morning. Nothing will happen. Question tag എന്താ? will it. ശരിയായ പദം ഏത്? അഗാധത എങ്ങനെ എഴുതുന്നത്? ഓപ്ഷൻ എ ആണ്, അഗാധത. ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്താണ്? ഹൃദ്യസ്ഥമാക്കുക. ജന്മം മുതൽ എന്നതിന്റെ ഒറ്റപ്പദം. ജന്മം മുതൽ, ആ ജന്മം. മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം ഏത്? മഞ്ഞിന്റെ പര്യായം അല്ലാത്തത് ഹരിണമാണ്. ഹിമം, തുഷാരം, നീഹാരം മഞ്ഞിന്റെ പര്യായ പദങ്ങളാണ്. ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീത പദം. ദുഷ്ടന്റെ വിപരീത പദം ശിഷ്ടനാണ്, ശിഷ്ടൻ. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് എന്നതാണ്. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ തീക്കനൽ, തീ അധികം കനലാണ് തീക്കനൽ. നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാ? നായകൻ, നായിക. ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏത്? ശബ്ദം എന്നർത്ഥം വരാത്തത് വാണിയാണ്, വാണി. രവം, സ്വനം, ധ്വനി ശബ്ദമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏതാ? പൂജക ബഹുവചന ഉദാഹരണം അല്ലാതെ അധ്യാപകന്മാർ, ഗുരുക്കൾ, വൈദ്യർ, അവർകൾ ഇതൊക്കെ എന്താണ്? പൂജക ബഹുവചനമാണ്. അടുത്തത് ഈ കമ്പൈലർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട 20 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ആൻസേഴ്സ് പറയുന്നുണ്ട്. ഒരു സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഭാരം കിലോഗ്രാമിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ കുറച്ച് ഭാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മധ്യമ ഭാരം, ഈ കുട്ടികളുടെ മധ്യമ ഭാരം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 32 ആണ്. ഒരു കർഷകന് ഒരു മാസം കിട്ടിയ റബ്ബർ ഷീറ്റിന്റെ വിവരങ്ങളാണ് ഈ പട്ടികയിൽ. ദിവസങ്ങൾ അതുപോലെ റബ്ബർ കിലോഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ഈ മാസത്തിൽ കർഷകന് ഒരു ദിവസം ശരാശരി എത്ര കിലോഗ്രാം റബ്ബർ ഷീറ്റ് കിട്ടി? 9.6 ആണ്. ഒരു ക്ലബിലെ വിവിധ കായിക ഇനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സൂചിപ്പിക്കുന്ന വൃത്തചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ടെന്നീസ് എന്നിവ. ഇതിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ എത്ര ശതമാനമാണ്? ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ 25%. ഒരു ക്ലാസ്സിലെ കുട്ടികളെ കണക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് അനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാർക്കും കൊടുത്തിട്ടുണ്ട്, അതുപോലെ കുട്ടികളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സിലെ മാധ്യ സ്കോർ എത്രയായിരിക്കും? മാധ്യ സ്കോർ 22 ആണ്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മധ്യമ പ്രായം 40 ആണ് എങ്കിൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ പ്രത്യേക പരിഗണനയൊന്നുമില്ലാത്ത ഒരാളെ എടുത്താൽ അയാളുടെ പ്രായം 40-ൽ കൂടുതൽ ആകാനുള്ള സാധ്യത എന്ത്? 1/2 ആണ്. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറുകൾ ചുവടെ അടയാള രീതിയിൽ കൊടുത്തിരിക്കുന്നു. സ്കോറും കുട്ടികളുടെ എണ്ണം അടയാള രീതിയിലും കൊടുത്ത ഒരു പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 7ന്റെ ആവൃത്തി എത്രയാണ്? 7ന്റെ ആവൃത്തി 11 ആണ്. ഒരു തൊഴിൽശാലയിലെ ജോലിക്കാരെ ദിവസക്കൂലിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടികയാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ദിവസക്കൂലി ജോലിക്കാരുടെ എണ്ണം. ഈ തൊഴിൽശാലയിലെ മധ്യമ ദിവസക്കൂലി എത്രയാണ്? 590 ആണ്. ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ മാധ്യം എത്ര? ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ മാധ്യം 3 ആണ്. x+3, x+5, x+7, x+9, x+11 എന്നിവയുടെ മാധ്യം 14 ആണ്. എക്സിന്റെ വില കാണുക. എക്സിന്റെ വില 7. 30 സംഖ്യകളുടെ മാധ്യം 12 ആണ് എങ്കിൽ ആ സംഖ്യകളുടെ തുക എത്രയാണ്? 360. 26, 25, 40, 36, 50, 45 എന്നിവയുടെ മാധ്യം എത്ര? 37.
40 സംഖ്യകളുടെ മാധ്യം 160 അതിൽ 165 എന്ന ശരിയായ സംഖ്യയ്ക്ക് പകരം തെറ്റായി 125 എന്ന് രേഖപ്പെടുത്തി എങ്കിൽ ശരിയായ മാധ്യം എത്ര? 161. 15, 12, 10, 9, 8, 13, 17 എന്നിവയുടെ മധ്യമം എത്രയാണ്? ഉത്തരം 12 ആണ്. 3, 5, 9, 10, 11, 4, 5, 18 എന്നിവയുടെ മധ്യമം എത്രയാണ്? 7 ആണ്. ഒരു പെട്ടിയിൽ 5 ചുവപ്പ് പന്തുകളും 7 നീല പന്തുകളും 3 വെള്ള പന്തുകളും ഉണ്ട്. പെട്ടിയിൽ എത്ര വെള്ളപ്പന്തുകൾ കൂടി ഇട്ടാൽ അതിൽ നിന്നും ഒരു വെള്ളപ്പന്ത് എടുക്കാനുള്ള സാധ്യത 1/4 ആകും? 1 ആണ്. 1. 3 നാണയങ്ങൾ ഒരേ സമയം എറിയുന്നത് സംബന്ധിച്ച് 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന രണ്ടും ശരിയാണ്. പരമാവധി 2 ഹെഡ് കിട്ടാനുള്ള സാധ്യത 3/4, ടെയിൽ കിട്ടാതിരിക്കാനുള്ള സാധ്യത 1/8. 1 മുതൽ 6 വരെ സംഖ്യകളുള്ള 2 പകിടകൾ ഒന്നിച്ചുരുട്ടുന്നു. പകിടകളിൽ നിന്ന് കിട്ടാവുന്ന സംഖ്യകളുടെ തുക 4ന്റെ ഗുണിതം ആകാനുള്ള സാധ്യത എത്ര? 1/4 ആണ്. 1/4. അധിവർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ 5 ശനിയാഴ്ചകൾ വരാനുള്ള സാധ്യത എത്ര? 1/7 ആണ്. 1/7. ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ XYZ എന്ന 3 സ്ഥാനാർത്ഥികളുണ്ട്. എക്സിന് 45% വിജയ സാധ്യതയുണ്ടെന്നും വൈക്ക് 30% സാധ്യതയുണ്ടെന്നും ഇസഡിന് 25% സാധ്യതയുണ്ടെന്നും ചരിത്രപരമായ ഡേറ്റ സൂചിപ്പിക്കുന്നുവെങ്കിൽ എക്സിനോ വൈക്കോ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത എത്രയാണ്? ഉത്തരം 75%. 52 കാർഡുകളുടെ ഒരു പാക്കിൽ നിന്നും എല്ലാ ജാക്ക്, ക്വീൻ, കിങ് എന്നിവ നീക്കം ചെയ്യുന്നു. ബാക്കിയുള്ള കാർഡുകൾ നന്നായി ഇടകലർത്തിയ ശേഷം ഒരു കാർഡ് ക്രമരഹിതമായി അതിൽ നിന്ന് എടുക്കുന്നു. ഈ കാർഡ് ചുവന്ന മുഖ കാർഡ് ആയിരിക്കാനുള്ള, റെഡ് ഫേസ് കാർഡ് ആയിരിക്കാനുള്ള സാധ്യത കണ്ടെത്തുക. 0 ആണ്. 0. ഓക്കെ. അപ്പൊ ഇത്രയാണ് അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. അതിലെ 80 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് GK, മാത്സ് ആൻഡ് മെന്റലബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം മുതലായവയാണ്. ബാക്കി 20 ചോദ്യം ഇവരുടെ ടോപ്പിക്കുമായിട്ട്, സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 80 ചോദ്യങ്ങൾ ജനറൽ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവരും നോക്കിയിരിക്കാം. നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.